ഹലോ, ഇന്ന് നമ്മുടെ ഒരു പുതിയ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണ്. ഇതുവരെ ഞാൻ ചാനലും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. ഇത് പുതിയ ചാനലാണ്. അതിൽ ഇപ്പോൾ 2-3 ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ അമ്മയുടെ വീട്ടിലേക്ക് വന്നപ്പോഴേ വല്യമ്മ ബിരിയാണി വെക്കാമെന്ന് പ്ലാനിട്ടു. അങ്ങനെ പോയിട്ട് പെട്ടെന്ന് പോയി സാധനങ്ങളൊക്കെ മേടിച്ച് വന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം എല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെ സാധാരണ ഇവിടെ ബിരിയാണി വെക്കാറില്ല, മേടിക്കാറാണ്. 1.5 കിലോ 1 കിലോ ഒക്കെ ഓർഡർ ചെയ്തിട്ട് വരുത്താറാണ് പതിവ്. വല്യമ്മ അവസാനമായിട്ട് എനിക്ക് ബിരിയാണി വെച്ചത് എൻ്റെ 10th കഴിഞ്ഞ ആ ഒരു ടൈമിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പെട്ടെന്ന് വല്യമ്മ ബിരിയാണി വെച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം ഒരുപാട് ആയി വല്യമ്മ വെച്ച ബിരിയാണി കഴിച്ചിട്ട്. അങ്ങനെ വല്യമ്മ ബിരിയാണി വെക്കാമെന്നുള്ള പ്ലാൻ മാറ്റി പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയിലേക്കും ആക്കി. അതാണ് എളുപ്പം എന്ന് തോന്നിയിട്ട്. അങ്ങനെ ഇതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാനും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെസിപ്പി വല്യമ്മയോട് ചോദിച്ചിട്ട് നമ്മൾ വേറൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ബാക്കി നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഐഡിയ പോലെ ഒന്ന് നോക്കുക കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. ആദ്യം നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചു കൂട്ടാം. അധികം മസാലയും കാര്യങ്ങളൊന്നും ഇടാതെ നോർമലായിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി കൂട്ടിയിട്ടുണ്ടാവും. കാരണം വല്യമ്മയല്ലേ ഉണ്ടാക്കുന്നത്. വല്യമ്മയ്ക്ക് മുളക് പൊടി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു, ചിക്കൻ പുരട്ടി വെച്ചു. പിന്നെ ഉപ്പും ചിക്കൻ മസാലയും ഇടാൻ മറക്കണ്ട കേട്ടോ, അത് ഞാനൊന്ന് പറയാൻ മറന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വെള്ളം വെച്ചു. നമ്മളിവിടെ 1 കിലോ അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കുക. അത് നമ്മളിപ്പോൾ 4 നാഴിയാണ് കേട്ടോ. 4 നാഴി അരിക്ക് അതിൻ്റെ ഇരട്ടി വെള്ളം എന്നുള്ള രീതിക്കാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. വെള്ളത്തിൽ സ്പൈസസ് ആയിട്ടുള്ള കരയാമ്പൊക്കെ വേണമായിരുന്നു. കരയാമ്പൊന്നും നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ, കാരണം അതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു. ഏലക്കായ, കറുവാപ്പട്ട, അതുപോലെ ഒരു ഇല ഉണ്ടല്ലോ, ആ ഇലയുടെ പേര് കൃത്യമായിട്ട് എനിക്കറിയില്ല. അത് പിന്നെ ഒരു നക്ഷത്രത്തിൻ്റെ ഷേപ്പിലുള്ളൊരു സാധനം ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും പിന്നെ ഉപ്പ് നമ്മൾ കല്ലുപ്പാണ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അരി വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം കേട്ടോ, ഞാനത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അരിയിട്ട് അത് ഊറ്റി വയ്ക്കാം. അരിയൊക്കെ വെന്ത് പാകമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഊറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ ചിക്കൻ കറിയിലേക്കാണ് പോയത്. ചിക്കൻ വല്യമ്മ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചിക്കൻ വേവാൻ അധികം ടൈം എടുത്തിട്ടില്ല. അങ്ങനെ തക്കാളിയും സവോളയൊക്കെ വഴറ്റി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അങ്ങനെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇത്രയും ഇട്ടിട്ട് ഉപ്പും ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളിയും ചേർത്ത് തേങ്ങ അരച്ചതും ചേർത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് അവസാനം നമ്മൾ കുറച്ചും കൂടി ചിക്കൻ മസാലയുടെ പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കത് കുറച്ച് കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ആഡ് ചെയ്തു. എന്നിട്ടത് വറ്റാൻ വയ്ക്കുന്ന പരിപാടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് നമ്മുടെ നെയ്ച്ചോറിലേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോളയൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്യിലാണ് വറുത്തെടുത്തത് കേട്ടോ. അതിനിടയ്ക്ക് വല്യമ്മ കുറച്ച് നേരം പാത്രം അടുപ്പത്ത് വെച്ചതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് പുക വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വല്യമ്മ അത് ഇറക്കി വെച്ചിട്ടാണ് അതിലേക്ക് നെയ്യ് ഒഴിച്ചത്. അതിനുശേഷം സവോള ഇട്ടു, നന്നായിട്ട് വഴറ്റിയിട്ട് അതൊരു ബ്രൗൺ ഒരു കളറാവുമ്പോൾ നമുക്കത് വറുത്ത് കോരി എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അത് നന്നായിട്ട് വറുത്ത് വരുന്ന പോലെ എടുക്കുക.
ഇത് കണ്ടില്ലേ, ഇതുപോലെ കേട്ടോ. എന്നിട്ട് വല്യമ്മ അത് വറുത്ത് ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം നെയ്യ് തന്നെ വറക്കണം കേട്ടോ, എന്നാലാണ് നെയ്ച്ചോറിന് ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരുള്ളൂ. എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ അത് അത്യാവശ്യം നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി വരുമ്പം നമ്മൾ മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ വറുത്ത് കോരിയിട്ട് ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു നെയ്യില്ലേ, ആ നെയ്യൊരു പാത്രത്തേക്ക് ഇട്ടു, വലിയ ചെമ്പിലേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് മല്ലിയിലയും തൂവി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റൈസിൻ്റെ പകുതി അതിലിട്ടിടുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ സവോള, അതുപോലെ നെയ്യും ഒക്കെ ചേർത്ത് നമ്മൾ അടുത്ത ലെയറും കൂടി ഇടുകയാണ് കേട്ടോ ചെയ്യുക. വല്യമ്മയ്ക്ക് നെയ്യ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒരു കുപ്പി നെയ്യൊക്കെ എന്തായാലും നെയ്ച്ചോറിലേക്ക് ഫുള്ളായിട്ട് എടുക്കും കേട്ടോ. ഇവിടെ ഞാനും അമ്മയൊക്കെയാണ് ബിരിയാണി വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നെയ്യൊക്കെ അധികമൊന്നും ഇളകിയിട്ടേ ഉണ്ടാവില്ല. ഇവിടെ വല്യമ്മ വാരിക്കൊരു നെയ്യ് ഇടുന്നുണ്ടേ. അങ്ങനെ ഇതേ നമ്മൾ അവസാനത്തെ ലെയറും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം അടച്ച് വയ്ക്കുക, വേറെ പരിപാടിയൊന്നുമില്ല. എന്നിട്ട് എടുത്ത് തുറന്ന് കഴിക്കുക. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.